10ാം ക്ലാസ് മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസ് 10ാം ക്ലാസ് മാത്സിലെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 22-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 അതാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ വീഡിയോ കാണാത്തവർ അതൊക്കെ കണ്ടിട്ട് വരാം. ചാനൽ ചെക്ക് ചെയ്യുക, വിസിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു 3 സീക്വൻസ്. താഴത്ത് കുറച്ച് 2 സീക്വൻസ് കൂടി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ദെൻ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ് 123, 132 അല്ലെങ്കിൽ ഈ സീക്വൻസിൽ 100,000 പറയുന്ന നമ്പേഴ്സ് ഈ സീക്വൻസിൽ ടേം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 11, 22, 33, എക്സെട്ര അപ് ടു നമ്മളോട് ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 123 123 പദമാണോ എന്നുള്ളതാണ്. അപ്പം 123 പദമാണ് എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ആദ്യം കാണാം. d ഈക്വൽ ടു 22 മൈനസ് 11 എത്ര 11 തന്നെയാണ്. സോ ഇനി ഈ കോമൺ ഡിഫറൻസ് എല്ലാ ടേമുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 11 ഡിവൈഡ് ബൈ 11 111 0 ആണ് ആദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. സിമിലർലി രണ്ടാമത്തെ ടേം അപ്പോഴും എന്താണ് 0 തന്നെയാണ് റിമൈൻഡർ. അതേപോലെ മൂന്നാമത്തേത്. സോ റിമൈൻഡർ അതന്നെ വരും. സിമിലർലി നമ്മളോട് പദമാണോ എന്ന് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? 123, അതായത് 123 പദമാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് 123 പദമാണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും? ശിഷ്ടം, അതായത് റിമൈൻഡർ എന്താണ്? ഇവിടെയൊക്കെ 0 ആയതുകൊണ്ട് 123 കൊണ്ട് 11 ഡിവൈഡ് ചെയ്യുമ്പം ഹരിക്കുമ്പോഴും എന്ത് കിട്ടണം? 0 തന്നെ കിട്ടണം. 0 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ, ഈ ഒരു സമാന്തര ശ്രേണിയിൽ എന്താണ്? പദമല്ല. അപ്പം 111 11 2 3 2 11 22 അപ്പം പദമാണ്. പദമല്ല. ഇവിടെ എന്താണ്? ശിഷ്ടം എന്താണ് വന്നത്? റിമൈൻഡർ 1 ആണ് വന്നത്. ദെയർഫോർ എന്താണ്? 123 ഈസ് നോട്ട് ടേം ഇൻ ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, സിമിലർലി 132 ടേം ആണോ എന്നുള്ളത് നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 12 23 12 23 34 12 23 34 12, 23, 34, എക്സെട്ര അപ് ടു. ആദ്യത്തെ ക്വസ്റ്റ്യൻ 100 ടേം ആണോ എന്നുള്ളതാണ്. 100 ടേം ആണോ എന്നുള്ളതാണ്. സോ 100 ടേം ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് 23 മൈനസ് 12 എത്രയാണ്? 11 തന്നെയാണ് വരിക. അപ്പം ഈ 11 എല്ലാ ടേമുമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം 12 ഡിവൈഡഡ് ബൈ 11 1 ആണ് ആദ്യത്തെ റിമൈൻഡർ. സിമിലർലി സെക്കൻഡ് ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ. സിമിലർലി തേർഡ് ടേം 1 തന്നെയാണ് റിമൈൻഡർ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 100 ഇതിലെ ടേം ആണോ എന്നുള്ളതാണ്. അപ്പോൾ 100 ടേം ആണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 തന്നെ വരും. 1 വരാണ് എന്നുണ്ടെങ്കിൽ 1 തന്നെ റിമൈൻഡർ ശിഷ്ടം വരാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇത് എന്താണ്? ടേം ആണ്. അല്ലാത്ത പക്ഷം ഇല്ല. ഓക്കെ, അപ്പം 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 കൊണ്ട് കിട്ടി, കോമൺ ഡിഫറൻസ് ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്രയാ വരിക? 9 11 99. അപ്പം 1 എന്ത് വന്നു? റിമൈൻഡർ വന്നു. ഓക്കെ, അപ്പം 1 റിമൈൻഡർ വന്നു. ദെയർഫോർ എന്താണ്? 100 ഈസ് ടേം ഇൻ ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, 9 വന്നു, അങ്ങനെ 1 റിമൈൻഡർ വന്നുകൊണ്ട് രണ്ടാമത്തേത് ഇത് സീക്വൻസ് ആണ്. സിമിലർലി 1000 ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതും ചെക്ക് ചെയ്യുക.
ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതൊന്നുമില്ല, ഫ്രാക്ഷൻസ് വരും എന്നുള്ളതാണ്. അതായത് ഭിന്നസംഖ്യ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും അത് ഞാൻ ചെയ്തു തരാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, 1/2, 1 3/4, ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് 1/4, 1/2, 3/4 എന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 3യും 4ഉം ടേം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. ഓക്കെ, സിമിലർലി ആദ്യത്തെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത പോലെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാം. സെക്കൻഡ് ടേം മൈനസ് 1/2 മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു എന്ത് വരും? 4 മൈനസ് 2/8 ഈക്വൽ ടു 2/8. കട്ട് ചെയ്യുമ്പോൾ 1/4 വരും. കോമൺ ഡിഫറൻസ് 1/4 ആണ്. ഇനി ഈ കോമൺ ഡിഫറൻസ് എല്ലാ ടേമുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ചെക്ക് ചെയ്യാം. അതായത് 1/4 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുമ്പോൾ എന്താണ്? 1 തന്നെയാണ് ആൻസർ വരിക. 1 തന്നെയാണ് ആൻസർ വരിക. ദെയർഫോർ എന്താണ്? ഒരു ഫ്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, അതായത് ഒരു ഭിന്നസംഖ്യ ഒന്നുമല്ല കിട്ടിയത്. ആൻസർ കിട്ടിയത് ഒരു പർട്ടിക്കുലർ ഇൻറ്റീജർ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. സിമിലർലി അതേപോലെ രണ്ടാമത്തേതിൻ്റെയും ചെക്ക് ചെയ്യുക. 1/2 ഡിവൈഡഡ് ബൈ 1/4, അതായത് 1/2 ഇൻറ്റു 4/1 എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 2ൽ, അതായത് 2 വന്നു. 2 വന്നാൽ എന്താ മനസ്സിലാക്കുക? വേറെ ഭിന്നസംഖ്യയോ വേറൊരു ഡെസിമൽ നമ്പറോ, അതായത് ദശാംശ സംഖ്യ ഒന്നുമല്ല കിട്ടിയത്. അതുകൊണ്ട് റിമൈൻഡർ വീണ്ടും എന്താണ്? 0 ആണ്. സിമിലർലി മൂന്നാമത്തെ നമ്പറും കൂടി ചെക്ക് ചെയ്യുക. അപ്പം 3/4 ഇൻറ്റു 4/1, 4ഉം 4ഉം കട്ട് ചെയ്യും, 3 വരും. റിമൈൻഡർ എന്താണ്? 0 വന്നു. ഓക്കെ, അപ്പോൾ ഈ 3 ടേമും ചെക്ക് ചെയ്തു. അതുകൊണ്ട് എന്ത് കിട്ടി? റിമൈൻഡർ 0 ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിക്കുന്നത് 3യും 4ഉം ടേം ആണോ എന്നുള്ളതാണ്. 3 ടേം ആണ് എന്നുണ്ടെങ്കിലും 0 വരണം, 4 ടേം ആണ് എന്നുണ്ടെങ്കിലും 0 വരണം. അത് എന്ത് ചെയ്യുക? 3 ഡിവൈഡ് ബൈ 1/4, അതായത് 3 ഇൻറ്റു 4/1 എത്ര? 12 കിട്ടി. 12 കിട്ടി എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു പർട്ടിക്കുലർ നമ്പർ ആണ്. അപ്പം എന്താണ്? റിമൈൻഡർ 0 ആണ്. അപ്പം 3 ടേം ആണ്. ദെയർഫോർ 3 ഈസ് ടേം. സിമിലർലി 4/1/4 ഈക്വൽ ടു 4 ഇൻറ്റു 4/1 ഈക്വൽ ടു 16. ഒരു പർട്ടിക്കുലർ ഇൻറ്റീജർ കിട്ടി. സോ റിമൈൻഡർ 0 ആണ് വരിക. ദെയർഫോർ എന്താണ്? 4 ഈസ് ഓൾസോ ടേം ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു ഭിന്നസംഖ്യ, അതായത് ഇതേപോലെ നമ്മൾക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് 3/4, 1 1/2, 2 1/4, എക്സെട്ര. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഇവിടെ എന്താണ്? ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ, അതായത് 1 1/2 അല്ലെങ്കിൽ 2 1/4 എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കുക?
പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക, ഒരു സാധാരണ ഭിന്നമാക്കി മാറ്റുക. അതായത് എന്ത് ചെയ്യുക, 1 × 2 2 + 1 ഇതേപോലെ 2 × 4 8 + 1/4 etc. അപ്പോൾ 3/4, 3/2, 9/4 എന്നാവും നമ്മുടെ പുതിയ അരിത്മെറ്റിക് സീക്വൻസ്. പുതിയതെന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് മെച്ചപ്പെടുത്തി എടുത്തുന്നുള്ളൂ. അപ്പം ക്വസ്റ്റ്യന് വീണ്ടും ഇതാണ്, എന്താണ് 3യും 4ഉം ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ടേം ആണോ എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ 3 ടേം ആണ് എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണാം. 3/2 - 3/4 = 12 - 6/8 = 6/8. 6/8 എന്ന് പറയുമ്പോൾ എന്താണ്, 3/4. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കിട്ടി 3/4. ഇനി എന്ത് ചെയ്യുക, ഓരോ ടേമും തമ്മിൽ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ 3/4 / 3/4 ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ നമ്പർ കിട്ടും, 1 കിട്ടും. അതായത് റിമൈൻഡർ എന്താണ്, 0 ആണ്. സിമിലർലി അടുത്ത ടേമും ചെക്ക് ചെയ്യുക. അടുത്ത ടേം എന്താണ്, 3/2 / 3/4 ചെയ്യുമ്പം എന്ത് കിട്ടും, 3/2 × 4/3. 3യും 3യും കട്ട് ചെയ്തു, 2 വന്നു. എന്താ റിമൈൻഡർ എന്താണ്, 0 ആണ്. സിമിലർലി വീണ്ടും 9/4 / 3/4 = 9/4 × 4/3. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 4ഉം 4ഉം കട്ട് ചെയ്തു, 9ഉം 3യും കട്ട് ചെയ്തു. ഇവിടെ 3 വന്നു, ആൻസർ 3. അതായത് റിമൈൻഡർ എന്താണ്, 0. ഓക്കെ, അങ്ങനെ എല്ലാത്തിൻ്റെയും റിമൈൻഡർ എന്താണ്, 0 ആണ് കിട്ടണത്. ഇനി എന്താണ്, 3 ചെക്ക് ചെയ്യുക. അപ്പം 3/3/4 ചെയ്യുമ്പോൾ 3 × 4/3, ഈ 3യും കട്ട് ചെയ്യും, അങ്ങനെ 4 കിട്ടും. സോ റിമൈൻഡർ എന്താണ്, 0 ആണ്. സിമിലർലി 4 ചെക്ക് ചെയ്യുക. 4 4/3/4 4 × 4/3 16/3 എന്ന് വരും. അതായത് ഇവിടെ എന്താണ്, ഒരു ഫ്രാക്ഷൻ വന്നു, ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു. അതുകൊണ്ട് ഇതൊന്ന് ചെയ്തു നോക്കുക. 60 / 3 5 3s are 15. അതായത് ഇവിടെ എന്താ, റിമൈൻഡർ എന്താണ്, 1 ആണ് വരുന്നത്. അതുകൊണ്ട് എന്താണ്, 4 is not term in arithmetic sequence, but 3 is term in arithmetic sequence. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതാണ്. സോ അതൊക്കെ കാണാം, മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ടൈപ്പ് 4 ആക്കി കൺസിഡർ ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞ ഓരോ നമ്പറും ഏത് പൊസിഷനിലാണ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ഓരോ സീക്വൻസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഏതാണ്, ഫസ്റ്റ് 11, 22, 33 എന്നുള്ളതിൽ 123 ഇതിലെ ടേം ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ സപ്പോസ് ഈ 123 എത്രാമത്തെ ടേം ആണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ 11 ഫസ്റ്റ് ടേം ആണ്, 22 സെക്കൻഡ് ടേം ആണ്, 33 തേർഡ് ടേം ആണെന്നൊക്കെ പറയുന്നത് പോലെ 123 എത്രാമത്തെ ടേം ആണ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 22-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 അതാണ്. ഒരു സമാന്തര ശ്രേണിയിലെ സ്ഥാനം എത്രാമത്തെ പൊസിഷനിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ആദ്യമേ ഞാൻ ഒരു പുതിയ ഇക്വേഷൻ എന്താണ്, x last - x1/d + 1 പൊസിഷൻ ഓഫ് ടേം, ഒരു നമ്പറിന്റെ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ
ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ ഇക്വേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. 11,22,33 11,22,33 എക്സെട്ര അപ് ടു 123 ടേം ആണ് എന്ന് പറഞ്ഞു. ഈ 123ന്റെ പ്ലേസ് എത്രാമത്തെ പ്ലേസിലാണ്, ഈ 123ന്റെ സ്ഥാനം എത്രയാന്നുള്ളത് അറിയില്ല. അപ്പം എങ്ങനെ കാണും? പൊസിഷൻ ഓഫ് 123 ഈക്വൽ ടു, ഇവിടെ നമ്മൾ 123 ടേം ആണ് എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ ഏറ്റവും ലാസ്റ്റ് ടേം ഏതാണ്? എക്സ് ലാസ്റ്റ് ടേം 123 ആണ്. അപ്പോൾ 123 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 11 ബൈ ഡി. ഡി എത്രയാണ് നമുക്കറിയാം. ഡി എത്രയാണ്? ഡി എത്ര കിട്ടി? 11 ആണ്. അപ്പം ഡി 11 പ്ലസ് 1 ഈക്വൽ ടു 123 മൈനസ് 11 ഈക്വൽ ടു എത്ര? 112 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. 112 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പം എന്താ കിട്ടുക? സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓരോ ടേമും ആ ടേമിൽ അത് എത്രാമത്തെ പൊസിഷനാണ്, ഒരു അരിത്മെറ്റിക് സീക്വൻസിലുള്ള ഓരോ ടേം എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പം അതിനൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം. പൊസിഷൻ ഓഫ് ടേം ഈക്വൽ ടു എക്സ് ലാസ്റ്റ് മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഈ ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് ഒരു എക്സാമ്പിൾ പോലെ ജസ്റ്റ് ഫസ്റ്റ് നമ്മളെ മുകളിൽ കാണുന്ന ഏതെങ്കിലും ഒരു ടേം ആണ് എന്നുള്ളതിൻ്റെ ഒന്നെടുക്കുക. 12,23,34 അതെടുക്കുക. 12,23,34 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതിൽ ടേം ആണെന്ന് പറഞ്ഞത് ഏതാ? 100 ടേം ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം 100 ടേം ആണ് എന്നുണ്ടെങ്കിൽ 100 എത്രാമത്തെ പൊസിഷനാണ്, ഈ 100 എത്രാമത്തെ നമ്പർ ആണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ടേം ആണ് എന്നുള്ളത് കൊണ്ട് ലാസ്റ്റ് ടേം എന്തായിരിക്കും? എക്സ് ലാസ്റ്റ് എന്തായിരിക്കും? ഈ 100 ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പം പൊസിഷൻ ഓഫ് 100 ഈക്വൽ ടു എക്സ് ലാസ്റ്റ് 100 മൈനസ് 100 മൈനസ് എത്ര വരാം? x1 ന്
12 100 minus 12 by d എത്രയാണ്? d എത്ര? 23 minus 12 23 minus 12 23 minus 12 23 minus 12 equal to 11 plus 1 equal to, അപ്പോൾ 100 minus 12 എന്ന് പറയുന്നത് 88 ആണ് അല്ലേ? 100 minus 12 equal to 88 divided by 11 plus 1. 88 divided by 11 എന്ന് പറയുന്നത് 8 ആണ്, plus 1 equal to 9. അപ്പോൾ 9th പൊസിഷനിലെ നമ്പറാണ് എന്ത്? 100. ഇതേപോലെ നമ്മൾ മുകളിൽ ചെയ്ത ഏതൊക്കെയാണോ ടേമുള്ളത് അതൊക്കെ ചെയ്ത് നോക്കുക. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ടൈപ്പ് 5. In this arithmetic sequence, the sum of two terms at the same distance behind and ahead term twice this term. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പം ഒരു 7 ടേമുള്ള ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ് x1, x2, x3, 4, 5, 6, 7. ഈ 5 ടേമുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ നാലാമത്തെ ടേം എടുക്കുക. ഫസ്റ്റത്തെ ടേമിൽ നിന്ന് 1, 2, 3 പ്രാവശ്യം മുന്നോട്ട് പോകുമ്പോഴും, അതേപോലെ അഞ്ചാമത്തെ ടേമിൽ നിന്ന് 1, 2, 3 പ്രാവശ്യം പിന്നോട്ട് പോകുമ്പോഴാണ് എന്ത്? നാലാമത്തെ ടേം എത്തുന്നത് അല്ലേ? അതായത് മുകളിൽ പറഞ്ഞ ഈ ഒരു ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേം എന്ന് പറയുന്നത് എത്ര സെയിം ഡിസ്റ്റൻസിലാണ് മുന്നോട്ടും പിന്നോട്ടും ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ടേം ആ 2 നമ്പറിൻ്റെ, അതായത് x1 3 പ്രാവശ്യം, അതേപോലെ x5 3 പ്രാവശ്യം മുന്നോട്ടോ പിന്നോട്ടോ എന്നുള്ളതല്ല വിഷയം. ആ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ 2 നമ്പറിൻ്റെയും സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും? x1 പ്ലസ് x5 എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മൾ എത്തിച്ചേരുന്ന ഈ നമ്പറിൻ്റെ ഡബിൾ നോഡ് x4 × 2 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? x4 എന്ന് പറയുന്നത് x1 പ്ലസ് x5നോട് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ആണെന്നും പറയാം. ഓക്കെ, ഇതാണ് മുകളിൽ പറയുന്നത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, എന്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് 1, 2 പ്രാവശ്യം മുന്നോട്ട് പോകുമ്പോഴല്ലേ നാലാമതെത്തുന്നത്? അതേപോലെ തന്നെ അല്ലേ പിന്നോട്ട് x6, അതായത് ആറാമത്തെ ടേമിൽ നിന്ന് 1, 2 പ്രാവശ്യം ബാക്കോട്ട് പോകുമ്പോൾ x4 എത്തുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞൂടെ? അതായത് x2 പ്ലസ് x6 ഈക്വൽ ടു 2 × x4 എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാണ്. അതേപോലെ തന്നെ x3 ഒരു പ്രാവശ്യം, ഇവിടുന്നും ഒരു പ്രാവശ്യം, x3 പ്ലസ് x5 ഈക്വൽ ടു 2 × x4 എന്ന് പറഞ്ഞൂടെ? ആണ്. അപ്പം ഈ ഒരു ടേം കണക്ഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി മനസ്സിലാവും. പേജ് നമ്പർ ഏത് പേജാ? അപ്പം ഏതോ ഒരു പേജാണ്. ആ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഏകദേശം എത്തും. ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്താൽ x4 = 8. ഫൈൻഡ് ദ സം ഓഫ് പെയർസ് ഓഫ് ഗിവൺ ബിലോ 3 and 5th. അപ്പോൾ എന്താക്കുക? 5 ടേം ഉണ്ട് എന്ന് വിചാരിക്കും. 1, 2, 3, 4, 5. ഇതിൽ നാലാമത്തെ ടേം 1, 2, 3, 4. നാലാമത്തെ ടേം 8 ആണെന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടേമിൻ്റെയും അഞ്ചാമത്തെ ടേമിൻ്റെയും x3ൻ്റെയും x5ൻ്റെയും സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് x3 മുന്നോട്ട് പോകുമ്പോഴാണ് 8 എത്തുന്നത്. +1 ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ്. ഇതേപോലെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ബിഹൈൻഡ്, അതായത്
പുറകോട്ട് പോകുമ്പോഴാണ് 8 എത്തുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x3 പ്ലസ് x5 ആണ്. ഓക്കെ, അതായത് 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതാണ് ഈ രണ്ട് നമ്പറിൻ്റെയും ഈ രണ്ട് ടേമിൻ്റെയും സം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 16 അല്ലേ, 2 ഇൻറ്റു 8 60. സിമിലർലി ബി പാർട്ട് എന്താണ്? സെക്കൻഡ് ആൻഡ് 16th 1 2 3 4 5 6 ടേം ഉണ്ട് വിചാരിക്കും. 1 2 3 നാലാമത്തെ ടേം നമുക്ക് ഓൾറെഡി തന്നിക്കുന്നു 8 ആണ് എന്നുള്ളത്. രണ്ടാമത്തെ ടേമിൻ്റെയും ആറാമത്തെ ടേമിൻ്റെയും സമ്മാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം 1 2 1 2 രണ്ട് പ്രാവശ്യം ഒരേപോലെ ഒരേ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ വരുന്നത്. മുന്നോട്ടോ പിന്നോട്ടോ എന്നുള്ളത് വിഷയമല്ല. അപ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെയും സമ്മ് x2 പ്ലസ് x6 എന്ന് പറയുന്നത് x4ൻ്റെ എന്താണ്? ഡബിളാണ്. അതായത് x2 പ്ലസ് x6 രണ്ടാം പദത്തിൻ്റെയും ആറാം പദത്തിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് എന്താണ്? x4 8 ഇൻറ്റു 2 ആണ്. x2 പ്ലസ് x6 എന്താണ്? വീണ്ടും 16. ഇതേപോലെ സി എന്താണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം? അത് നിങ്ങൾക്ക് തന്നെ ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. എന്താണ്? സം ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 16. പിന്നെ ഫോർത്ത് ടേം നമുക്കറിയാം എന്താണ്? 8 ആണ്. Therefore, sum of x3 plus x4 plus x5 equal to 16 plus 8 equal to എത്ര വരും? 24 വരും. ഓക്കെ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേം ഫ്രം 2 to 6? അതായത് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6. ഇതിൽ രണ്ടാമത്തെയും ആറാമത്തെയും പദങ്ങൾ തമ്മിലുള്ള സമ്മ് അറിയാം, 16 ആണ്. പിന്നെ അതേപോലെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും പദങ്ങൾ തമ്മിലുള്ള സമ്മ് എന്താന്നുള്ളതും ആദ്യമേ കിട്ടിയിട്ടുണ്ട്, 16 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അപ്പം ഇതും 16, ഇതും 16. നാലാമത്തെ പദം 8. അപ്പം 16 പ്ലസ് 16 പ്ലസ് 8 32 40 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് 40, ഇത് 24. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് 7 ടേം ഓഫ് ഫസ്റ്റ് ടു 8? എന്ത് ചെയ്യുള്ള ക്വസ്റ്റ്യൻ അല്ലേ? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 എത്രയാണെന്നുള്ളത് ആ ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റത്തെയും ഏഴാമത്തെയും പദങ്ങൾ തമ്മിലുള്ള സമ്മ് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതെന്തായാലും എന്താണ്? 16 തന്നെയാണ്. ആൻസർ ഞാൻ പറയാം, 16 തന്നെയാണ്. ഇത് 16 ആണ് എന്നുള്ളത് കൊണ്ട് ഇതും 16 ആണ്, ഇതും 16 ആണ്, ഇത് 8 ആണ്. അപ്പം 16 പ്ലസ് 16 പ്ലസ് 16 പ്ലസ് 8 എത്രയാണ് വരിക? 32 പ്ലസ് 16 പ്ലസ് 8 ഈക്വൽ ടു 32ഉം 8ഉം 40, 40ഉം 16ഉം 56. ഓക്കെ, അപ്പം പൊസിഷൻ, ടേം കണക്ഷൻ അതൊക്കെ മനസ്സിലായി. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സോ സപ്പോർട്ട് ചെയ്യുക. ബൈ.